ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു പരീക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്നോട് ഗൂഗിൾ പറഞ്ഞു, എടാ അച്ചോ നമുക്ക് ഇതൊന്ന് പയറ്റി വയ്ക്കാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് തിരക്കാ. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം സ്ലൈമാണ്. ഈ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നൊന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഈ സ്ലൈം ഉണ്ടാക്കുന്നത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കോൾഗേറ്റാണ്. കോൾഗേറ്റ് വേണം. പിന്നെ ഒരു 3 പശക്കുപ്പികൾ എടുത്തിട്ടുണ്ട്. ഇത് 50 ml പശക്കുപ്പിയാണ് വരുന്നത്. ഇത് ഒരു 175 ഗ്രാമിൻ്റെ ഒരു കോൾഗേറ്റാണ്. പിന്നെ മെയിനായിട്ട് വേണ്ട വേറൊരു സംഭവമാണ് ഗോറക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് നമ്മുടെ വളം ഡിപ്പോ എന്നൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ ഓൺലൈനിലും വാങ്ങാൻ കിട്ടും ഇത്. പക്ഷെ അതിന് വില അധികമാണ്. പിന്നെ പറയാനുള്ളത്, ഇത് ഞാൻ ലൂസായിട്ട് കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. എനിക്ക് ഒരു കാലിൻ്റെ ഒരു പാക്കറ്റാണ് കിട്ടിയത്. ഇത് ഏകദേശം 140 രൂപ വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ വളമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ തെങ്ങ് അങ്ങനെയുള്ള പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു വളമാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് ആകെ ഒരു ലേശം ആവശ്യമുള്ളൂ. ഒരു 2 ടീസ്പൂണൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ്. പിന്നെ സാധാ നോർമലി ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ നമുക്ക് സ്ലൈം ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പേസ്റ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ഇതിൽ വൈറ്റൊക്കെ കിട്ടും. നമുക്ക് വൈറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് എടുക്കാം. ഞാനൊരു കളർ ചേഞ്ച് ആയിക്കോട്ടെ, വൈറ്റ് തന്നെ വേണ്ട സ്ലൈം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ കളർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കളർ വാങ്ങാൻ കിട്ടും നമുക്ക്. അപ്പോൾ ആ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കളറിലുള്ള സ്ലൈമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ലേശം ചൂടുവെള്ളം ചേർത്തി കൊടുക്കാം. ലേശം ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അധികമൊന്നും നല്ല തിളച്ച വെള്ളം ഒഴിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കൊരു ചെറിയൊരു ടീസ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എനിക്കൊന്ന് വെള്ളം ലേശം അധികമായ പോലെ ഉണ്ട്. എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ വെള്ളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ 3 കുപ്പി പശ ഉണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. 3 കുപ്പി ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ലേശം ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ കുപ്പി വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം. അപ്പോൾ 3ാമത്തെ കുപ്പി പശയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ പേസ്റ്റ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഗോറക്സ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഗോറക്സ് ഒരു 3 ടീസ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിൽ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗോറക്സ് ചേർത്തിട്ടുള്ള വെള്ളം നമ്മൾ കുറച്ചീശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ടൈം എടുക്കാൻ പാടില്ല. ഇത് ചേർത്തി കൊടുത്ത വഴി നന്നായിട്ട് മിക്സ് ചെയ്ത് തുടങ്ങുന്നത് വേണം. ഇപ്പം തന്നെ വിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വിട്ട് വരുന്നുണ്ട് ലേശമൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി കളറുകളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പം നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനൊരു സംഭവമായിട്ടുണ്ട്. അപ്പോൾ ലേശം കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഇങ്ങനൊരു സാധനമായി മാറിയത്. അപ്പോൾ ഇനി ഒന്ന് കട്ടി വരാനുണ്ട്, അതൊന്ന് നോക്കാം നമുക്ക്. സ്ലൈം റെഡി ആയിട്ടുണ്ട്. ഇതാണ് സ്ലൈം. സംഭവം ആണോ? എൻ്റെ കയ്യിലൊന്നും ആയിട്ടില്ല.
നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ഒരു സംഭവമൊക്കെ കഴിഞ്ഞു പോയി. കണ്ടില്ലേ സ്ലൈം? അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ കുട്ടികൾക്ക് വീട്ടിൽ കളിക്കാനോ എങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ സ്ലൈം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.